ഹായ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോകളെല്ലാം കണ്ടു പഠിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഹോം മെനുവിനകത്തുള്ള 7 മെയിൻ ഫങ്ഷൻസുകളുണ്ട്. അതിനകത്ത് വരുന്ന ഓരോ ഫങ്ഷനെയും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഷീറ്റിലേക്ക് പോകാം. ഹിയർ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വി ക്യാൻ സീ സ്റ്റുഡൻസ് മാർക്ക് റിപ്പോർട്ട്. സ്റ്റുഡൻസിൻ്റെ കുറച്ച് മാർക്ക് റിപ്പോർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കിനകത്ത് നിന്ന് നമുക്ക് ഈ ഫോമാറ്റുകളുടെ കോപ്പി വേണം, കുറച്ച് ഡേറ്റ വേറെ കോപ്പി എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ മെനു ആയിട്ടുള്ള ഹോമിലേക്ക് പോകാം. നമുക്ക് മെനു വാച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹോമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻസേർട്ട് ഓപ്ഷൻസ്, ചാർട്ട് ഇൻസേർട്ട്, ഷേപ്പ് ഇൻസേർട്ട്, പിക്ചർ ഇൻസേർട്ട്, പിന്നെ പേജിൻ്റെ ലേഔട്ട്, ഫോമുലാസുകളെല്ലാം ഫംഗ്ഷൻ, ഡേറ്റ സോർട്ടിങ്, നമ്മൾ കുറേ ഫംഗ്ഷൻസുകൾ ഡേറ്റയെല്ലാം ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അതിന് അനുയോജ്യമായ ഐക്കൺസുകളും ഓപ്ഷൻസുകളും നമുക്കിവിടെ കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിവിടെ മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് ഹോം ഫംഗ്ഷനാണ്. ഹോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷീറ്റ് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഫംഗ്ഷനും അതിനകത്ത് വരും. പിന്നെ മെയിനായിട്ട് ക്ലിപ്പ് ബോർഡ് വ്യൂവേഴ്സിൻ്റെ ഫംഗ്ഷൻസുകളാണ്. കണ്ടോ ക്ലിപ്പ് ബോർഡ് വ്യൂവർ എന്നുള്ളത്. ഇവിടെ ക്ലിപ്പ് ബോർഡ് വ്യൂവർ ഉണ്ട്, ഫോണ്ട് ഉണ്ട്, അലൈൻമെൻ്റ് ഉണ്ട്, നമ്പേഴ്സ് ഫോമാറ്റ് ഉണ്ട്, സ്റ്റൈലുണ്ട്, സെൽസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 7 മെയിൻ ഗ്രൂപ്പുകൾ അവിടെ കാണാം. കട്ട്, കോപ്പി, പേസ്റ്റ് പെയിൻറ്റർ. നമുക്ക് കുറച്ച് സെൽ ഫോർമാറ്റോട് കൂടി, അതായത് ഈ ഫയൽ ഫോർമാറ്റോട് കൂടി നമുക്ക് ഈ ഡേറ്റയെ മറ്റൊരു ഭാഗത്തേക്ക് കൂടി കട്ട് ചെയ്ത് കുറച്ച് ഡേറ്റ മാറ്റണം. ഇവിടെ വേണ്ട, ഈ ഭാഗത്ത് വേണ്ട, മറ്റൊരു പോർഷനിലോ മറ്റൊരു ഷീറ്റിലോ ആണെങ്കിൽ ഫസ്റ്റ് യുവർ ഡിസൈഡ് ഡേറ്റ വി ക്യാൻ സെലക്ട് ദിസ് വൺ. ഉണ്ടോ? ഹൗ ടു സെലക്ട് ദിസ്? മൗസ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം, ഇപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ഇവിടുന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് വരുന്ന നോക്കിയോളൂ, ഇങ്ങനെ സെലക്ട് ചെയ്യുക. അത്രയും പേര്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാം. 2-3 കുട്ടികളുടെ ഡേറ്റ ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അത്രയും സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു? കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോൾഡ് ലൈൻസ് അതിൻ്റെ സൈഡിൽ വീഴുന്നുണ്ട്. ആ കട്ട് ചെയ്ത് നമുക്ക് ഏത് പോർഷനിലേക്കാണോ വേണ്ടത് ആ ഒരു സെല്ല്, ഒറ്റ സെൽ കണ്ടൻസ് സെലക്ട് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ് പോയിന്റ് കൊടുത്തു, അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് പേസ്റ്റ് ഉണ്ട്, പേസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്താലും മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്കിവിടെ ആ സാധനം അവിടുന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ അലൈൻ ചെയ്ത് കറക്റ്റ് പോലെ എങ്ങനെയായി? മനസ്സിലായോ? അപ്പോൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക ഒരിടത്ത് മാത്രമേ പറ്റൂ. അത് ഞാൻ എന്നെ കണ്ടോ ചെയ്ത് നമ്മുടെ ഷീറ്റ് പഴയതുപോലെ ആക്കുകയാണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ കോപ്പിയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഷീറ്റ് കുറേ അധികം റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ ഇതേ ഫോമാറ്റിൽ ഇതേപോലെ നമുക്ക് പലയിടത്തും വേണം, മറ്റ് ഷീറ്റുകളിലേക്ക് വേണം. ഫസ്റ്റ് യു സെലക്ട് ദ സെൽ ഏരിയ. ഫസ്റ്റ് യു സെലക്ട് ദിസ് വൺ, ദെൻ സെലക്ട് ദ ഐക്കൺ കോപ്പി. കണ്ടോ? Ctrl+C കൊടുത്താലും മതി. ഇപ്പോൾ കോപ്പി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബോൾഡ് മാർക്ക് വീണിട്ടുണ്ട്, ഹൈലൈറ്റ് ആയിട്ട്. കണ്ടോ? ഒരു ബോൾഡ് മാർക്ക് വീണേ. അതിനെ നമുക്ക് ഏത് ഏരിയയിലോട്ടാണോ, ഏത് ഷീറ്റിലാണോ, ഇതിൻ്റെ തന്നെ പല ഭാഗത്ത്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ റിപ്പോർട്ട് എടുത്തു, നമുക്ക് ഒരു ബ്ലാങ്ക് ഈ ഭാഗത്താണ് വേണ്ടതെങ്കിൽ അടുത്തൊരു ഷീറ്റിന് ഫസ്റ്റ് ഹെഡിങ് വേണം, പേസ്റ്റ് ചെയ്താൽ മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആ മോളിൽ കണ്ടെടുത്തുനിന്ന് പേസ്റ്റ് കൊടുക്കാം. ഇവിടെ വന്ന കണ്ടോ? ഇനി ഇതേ കോപ്പി ചെയ്ത ഒരേ ഫംഗ്ഷൻ തന്നെ എനിക്ക് ഷീറ്റ് 5ലേക്ക് വേണം. ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ദ ഷീറ്റ് 5, ദെൻ ക്ലിക്ക് ദ ഫസ്റ്റ് പോർഷൻ, ഫസ്റ്റ് സെൽ ഓഫ് ദ ഷീറ്റ്, ദെൻ പേസ്റ്റ് കൊടുത്തു. അവിടെയും കിട്ടി. നമുക്ക് എത്ര എടുത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. Ctrl+V പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉണ്ടോ? അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ഹെഡിങ് വേണ്ട അവിടെയൊക്കെ നമുക്കൊരു പ്രാവശ്യം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കോപ്പി പേസ്റ്റ് പഠിച്ചല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ കോപ്പി തന്നെ കോപ്പി പെയിൻറ്റർ എന്നൊരു ഫംഗ്ഷൻ കണ്ടോ? കോപ്പി പെയിൻറ്റർ. ഈ കോപ്പി പെയിൻറ്റർ നമ്മൾ എന്ത് കളറോ പെയിൻറ്റോ ചെയ്താൽ അതിൻ്റെ ഫോമാറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, കോപ്പിയാണോ ഉദ്ദേശിക്കുന്നത്, ഫോമാറ്റ് കോപ്പിങ്. ഇപ്പം നമുക്ക് ഈ ഫോമാറ്റ്, ഈ ഒരു ഇതിൻ്റെ ഫോമാറ്റ്, ഈ കോളത്തിൻ്റെ ഈ ഫോമാറ്റ് നമുക്ക് മറ്റു പലയിടത്തേക്കും വേണം. ഫസ്റ്റ് അത് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫോമാറ്റ് പെയിൻറ്റർ എടുക്കുക. ഫോമാറ്റ് പെയിൻറ്റർ എടുത്തിട്ട് ഏത് കോളത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്കത് ഫോമാറ്റ് ചെയ്ത്, ഇപ്പം ഈ ഫോമാറ്റാണ് വേണ്ടതെന്ന് വെച്ചോളുക. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഫോമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു, ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ അവിടെ വീണത്?
അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോമാറ്റ്, ഈ ഫോമാറ്റിൻ്റെ കളറാണ് വേണ്ടുന്നതെങ്കിൽ അതെടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു ഫസ്റ്റിൽ. ദെൻ ഫോർമാറ്റ് പെയിൻറ് എടുക്കുന്നു. എവിടെയാണ് നമുക്ക് ആ ഫോർമാറ്റ് പെയിൻറ് വേണ്ടത് അതങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഫോമാറ്റ് ചെയ്യാൻ ഓട്ടോ ഫോമാറ്റുകൾ കുറേ ഫങ്ഷൻസുകളുണ്ട്, ഷീറ്റിൻ്റെ സ്റ്റൈലുണ്ട്. അതല്ല, നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച ഫോമാറ്റിനെ മാത്രം കോപ്പി ഓർഡറുണ്ട്, ബോർഡറും കളറും എല്ലാം ആയിട്ട് നമുക്ക് വേറെ ഫലത്തേക്ക് എടുക്കാനായിട്ട് ഫോമാറ്റ് പെയിൻറ്റർ ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഫോണ്ടാണ്. ഇപ്പം നമുക്ക് അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഫോണ്ടാണ്. ഫോണ്ടിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫോണ്ടിൻ്റെ സൈസും ഷേപ്പും കൂടെ നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഏരിയൽ ബ്ലാക്കാണ് വേണ്ടതെങ്കിൽ ഏരിയൽ ബ്ലാക്ക് കൊടുക്കുക, ഏരിയലാണ് വേണ്ടെങ്കിൽ ഏരിയൽ കൊടുക്കുക. ആ ഫോണ്ട് വരും. അതിൻ്റെ ലാർജ് സൈസാക്കി എടുക്കണേ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, റെഡ്യൂസ് ചെയ്യണേ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോണ്ടിനെ എങ്ങനെയൊക്കെ മാറ്റണം അതനുസരിച്ച് അതിൻ്റെ ബോൾഡ് വേണം. ബോൾഡ് ഓൺ ആണെങ്കിൽ ഓൾറെഡി ഓഫ് ആവും, ഓൺ ആണെങ്കിൽ ഓഫായി. ഇറ്റാലിക്ക് വേണോ, ഇറ്റാലിക്ക് ഓഫാവും ഓണാവും. ഇനി ഡബിൾ ലൈനാണ്, അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ അണ്ടർലൈൻ വേണമെങ്കിൽ ഡബിൾ അണ്ടർലൈൻ കൊടുക്കുക. അവിടെ ഡബിൾ അണ്ടർലൈൻ വേണം, ബോർഡർ അല്ലാതെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡറാണ്. ഏതെങ്കിലും സെല്ലുകൾ തിരഞ്ഞെടുത്തിട്ട് ബോർഡേഴ്സ് ലെഫ്റ്റ്, ഇവിടെ ബോട്ടം മാത്രമേ ഉള്ളൂ, ഇവിടെ ടോപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ലൈൻ മാത്രം മതി. അങ്ങനെ നമ്പർ ഓഫ് സെൽസ് തിരഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും ലൈൻ ഒന്നിച്ച് കിട്ടും. ഫുൾ സൈഡ് വേണം, ഓൾ ബോർഡേഴ്സ് വേണം, ഔട്ട് സൈഡ് ബോർഡർ വേണം, തിക്ക് ബോക്സ് ബോർഡർ വേണം. അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നോ ബോർഡർ ഉണ്ട്, അത് അതിനകത്തുനിന്ന് ഉപയോഗിക്കാം. ഇനി അതിനകത്ത് ഈ സെല്ലിനകത്തുള്ള ഫിൽ കളറാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന, ഫോണ്ടിൻ്റെ കളറാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്രയും നമ്മൾ ഫോണ്ടിനകത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ് പാർട്ടാണ്. അതായത് നമുക്ക് സെല്ലിൻ്റെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഹോറിസോണ്ടൽ അലൈൻമെൻറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ടോപ്പ്, സെൻറ്റർ, ബോട്ടം, ഇങ്ങനെ അലൈൻമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നുണ്ട് ആംഗിൾ ബേസിൽ അതിനെ തിരിക്കാൻ. ഇപ്പം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്, സീരിയൽ നമ്പേഴ്സ് എന്നുള്ളത് കിടക്കുന്നു. ഇതിനെ നമുക്ക് എത്ര ആംഗിൾ ചരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ വന്നത് കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ ക്ലോക്ക് വൈസിൽ വേണം അതിനെ മാറ്റി കൊടുക്കുക. അപ്പോൾ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കൽ ടെസ്റ്റ് ആയിട്ട് വേണം, അതനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെ വേറെ രീതിയിലാണോ വേണ്ടുന്നത് അതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ഫങ്ഷൻസ് ഉള്ളത്. ഇത്രയും ഫോർമാറ്റ് സെൽ അലൈൻമെൻ്റ് ഉണ്ട്, റൊട്ടേറ്റ് ടെസ്റ്റ് ഡൗൺ ഉണ്ട്, റൊട്ടേറ്റ് അപ്പ് ഉണ്ട്, വെർട്ടിക്കൽ ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് കിട്ടും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ലൈൻ ഇൻഡൻ്റ് ആണ്. കണ്ടോ? അപ്പോൾ ഇതൊരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ സെല്ല് മാറ്റി കൊടുക്കാം, ഡേറ്റ അല്ലെങ്കിൽ ഈ ഡേറ്റ മാത്രം നമുക്ക് ഇത്രയും സെലക്ട് ചെയ്യാം. ഇത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് ഇരിക്കുന്നത്. ഞാൻ അതിനെ റൈറ്റിലേക്ക് മാറ്റി, റൈറ്റ് അലൈൻമെൻ്റ് ആയപ്പോൾ സെല്ലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വന്നു. അതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റുവാണ്, കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വന്നു ലെഫ്റ്റ് അലൈൻമെൻറ്റ്. അതിനെ നമുക്ക് ഇനി നീക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നീക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കാനാണെങ്കിൽ ഇങ്ങനെ കുറേശ്ശെയായിട്ട് നീക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. സെൻട്രൽ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഉണ്ടാ, ഇത് റൈറ്റ് അലൈൻമെൻറ്റ്. അപ്പോൾ ഇത് റൈറ്റ് അലൈൻമെൻ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കണം. ഇങ്ങനെ നമുക്ക് കുറച്ച് നീക്കി കൊണ്ടുവരാം. ഉണ്ടാ, തിരിച്ചു പോകാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ പിന്നെ നമുക്ക് റാപ്പ് ടെസ്റ്റ് നമ്മൾ കണ്ടതാണ്. കട്ട് ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ റാപ്പ് ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നു. റാപ്പ് ടെസ്റ്റ് നിങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണ്. നെയിം ഓഫ് സ്റ്റുഡൻ്റ് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മർജ് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു സെല്ല് ഇപ്പോൾ ഈ ഒരു 3 സെല്ലിനകത്തായിട്ട് നമുക്ക് ഒറ്റ ടൈറ്റിൽ വേണം. അപ്പോൾ ഒറ്റ ടൈറ്റിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ ടൈറ്റിലും അതിന് സബ് ടൈറ്റിലും ഉണ്ടെങ്കിൽ ആദ്യം നമ്മളതിനെ സെല്ലിനെ മർജ് ചെയ്യുന്നു, ഇവിടെ ഒറ്റ സെല്ലാക്കി മാറ്റി. ഇനി ഇതിൻ്റെ താഴെ 4 സബ് ടൈറ്റിൽ ഉണ്ടെന്ന് വെച്ചോളുക. അപ്പോൾ 4 സബ് ടൈറ്റിൽ നമുക്കിവിടെ കൊടുത്ത് ഡേറ്റ താഴോട്ട് കൊടുക്കാം. അതിനായിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പം നമ്മൾ അലൈൻമെൻറ്റുകളും ഫോണ്ടും ക്ലിപ്ബോർഡും മാത്രം നോക്കി, ബാക്കി നെക്സ്റ്റ് വീഡിയോയിലേക്കാൻ ടൈം കൂടുതലാകുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. വാച്ച് ഓൾ വീഡിയോ.